എല്ലാവരും വീടിൻ്റെ ഗേറ്റിൻ്റെ മുൻവശത്തേക്ക് ചെല്ലണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിതാവിനെ നമ്മുടെ ഈ കുടുംബത്തിലെ ശ്രീ റോബൻ റോച്ചയും 1-ാം നമ്പർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ GB പോളും ബൊക്കെ നൽകി പിതാവിനെ സ്വീകരിക്കുന്നു. സാധാരണ ഒരു പ്രാർത്ഥന ഗാനമൊക്കെയാണല്ലോ പാടാറില്ല കുഞ്ഞുങ്ങളാറില്ല പാടും. അഭ്യന്ത്യ അംബ്രോസ് പിതാവേ, ബഹുമാനപ്പെട്ട വികാരിയച്ഛ, വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മുടെ പിതാവിൻ്റെ ഇടവക സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബ യൂണിറ്റുകളിലെയും കുടുംബങ്ങളെ കേൾക്കുന്നതിനാണ് നമ്മുടെ പിതാവ് വന്നിരിക്കുന്നത്. പള്ളികളിലും പോകണമെന്നാണ് പിതാവിൻ്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ഏതായാലും ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ 1ഉം 5ഉം യൂണിറ്റുകൾ മതിലകം സെയിൻറ്റ് ജോസഫ് പള്ളിയിലെ 1ഉം 5ഉം യൂണിറ്റുകളിൽ ആദ്യ ഇടവക സന്ദർശനമായിട്ട് ആദ്യ യൂണിറ്റാണിത്. ഈ സന്ദർശന പരിപാടിക്ക് എത്തിച്ചേർന്ന അഭിവന്ദ്യ പിതാവിനെ
ഞങ്ങളുടെ 2 കുടുംബ യൂണിറ്റുകളുടെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ജോൺസൺ അച്ഛൻ നമ്മുടെ വികാരി അച്ഛനാണ് നമ്മുടെ ഈ എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുക്കുന്നത്. അച്ഛനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുടുംബ യൂണിറ്റുകളുടെ കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ ഷാജു പടമാടനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പാരിഷ് കൗൺസിൽ സെക്രട്ടറി ശ്രീ EC ജേക്കബ് അവരുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 1-ാം നമ്പർ കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ GB പോളിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ സൗകര്യമൊരുക്കി തന്ന നമ്മുടെ യൂണിറ്റ് അംഗമായ പ്രിയപ്പെട്ട ശ്രീ റോബൻ റോച്ചയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ 1-ാം നമ്പർ യൂണിറ്റിലെയും 5-ാം നമ്പർ യൂണിറ്റിലെയും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള മറ്റെല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 1-ാം നമ്പർ യൂണിറ്റ് ഖജാൻജി സിന്ധു ബെന്നി. 1-ാം നമ്പർ യൂണിറ്റിൽ നിന്ന് മറ്റു ഭാരവാഹികളൊന്നുമില്ല എന്ന് കരുതുന്നു. 5-ാം നമ്പർ യൂണിറ്റ് പ്രസിഡന്റ് ഞാൻ തന്നെയാണ്. എൻ്റെ പേര് മാർട്ടിൻ പെരേര. 5-ാം യൂണിറ്റ് സെക്രട്ടറി ഹണി ജോൺ. 5-ാം യൂണിറ്റ് ഖജാൻജി ഷൈജു ജോൺ. 5-ാം നമ്പർ കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിഗർ. ജോയിന്റ് സെക്രട്ടറി ഷൈനി ജോർജ്. നമുക്കെല്ലാവരെയും പരിചയപ്പെടാനൊന്നും പറ്റും തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ കേൾക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. മെയിനായിട്ടും നമ്മുടെ കുടുംബ യൂണിറ്റുകളൊക്കെ നമ്മൾ നടത്തുന്നത് രീതിയിൽ നിങ്ങൾ സന്തോഷം ആണോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെയൊക്കെ ഒരു തമാശ പോലെയൊക്കെ പോവുകയാണോ? നമുക്ക് കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങളുണ്ടോ? പിന്നെ നമ്മുടെ മക്കളൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കണോ? എല്ലാവർക്കും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ നമ്മൾ അവരെയൊക്കെ സഹായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഉള്ള സമയമായിട്ട് എടുക്കാം. ജോൺസൺ അച്ഛൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 1-ാം നമ്പർ യൂണിറ്റിൽ 5-ാം നമ്പർ ചിലപ്പോൾ ഒരു തവണ വന്നിട്ടുണ്ടാവും, 2 തവണ, ഒറ്റ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛനെയും പരിചയപ്പെട്ടു വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ എന്നെയും പരിചയപ്പെട്ടു വരുന്നുള്ളൂ. ഇനിയിപ്പം എല്ലാ ഇടവകളിൽ പോയി കഴിഞ്ഞിട്ടായിരിക്കും ഇനി നിങ്ങളുടെ അടുത്ത് ഇനി രണ്ടാമത് വരാൻ പോകണം എന്ന് പറയുമ്പോൾ മിക്കവാറും 5 വർഷം കഴിയുമ്പോഴായിരിക്കും നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുക. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കളുടെ എന്തെങ്കിലുമൊക്കെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് നമുക്കൊരു ഇത്തിരി ആഘോഷമായിട്ടൊക്കെ അല്ലേ, അതൊക്കെ നല്ലതായിരിക്കും. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സമയം കണ്ടെത്താം. ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പറയാൻ ഇവിടെ വന്ന് പറയാം. കാരണം അത്രയും ആൾ നിന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇങ്ങോട്ട് കേൾക്കില്ലെന്ന് തോന്നുന്നു. ഏതായാലും മൈക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പറയാം. എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് എന്താ കാര്യമൊക്കെ അവർ റെഡിയാണെന്നോ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ എടുന്ന് പറഞ്ഞു. മരിയ അല്ലേ, മരിയ എന്നല്ലേ പറഞ്ഞു? മരിയാണോ പാടണം? ആദ്യം പാടാൻ പോണ ആരാണ്? മരിയാണോ തന്നെ? ഒന്ന് ചിരിച്ചാ മതി. നിങ്ങൾക്കൊക്കെ സുഖമാണോ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് മക്കളിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോകുമ്പോൾ ഒരു ഇച്ചിരിക്കോളം മടിയൊക്കെ വരുമോ അല്ലേ? അത് ഇച്ചിരിക്കോളം പാടാണ്. ഇവിടെ ടീച്ചേഴ്സ് ഉണ്ടാ ഇതിൻ്റെ അകത്ത്? അധ്യാപകൻ ടീച്ചേഴ്സ് ഉള്ളു? 2-4 പേരുണ്ടല്ലോ. ഈ സാറുമാർ അല്ലെങ്കിൽ ടീച്ചർമാർ ആണുങ്ങൾ ആയിട്ട് ടീച്ചേഴ്സ് ഇല്ല.
ഞങ്ങൾക്ക് പുരുഷന്മാർക്കും കുറച്ച് ഇതൊക്കെ തന്നെ കേട്ടാണ് പഠിക്കാം ടീച്ചേഴ്സ്. എല്ലാവർക്കും പണിയൊക്കെ ഉണ്ടോ, ജോലിയൊക്കെ ഉണ്ടോ അപ്പച്ചന്മാർക്കൊക്കെ? ഇന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ നമുക്ക് അല്ലേ, അല്ലെങ്കിൽ വെറുതെ പേര് പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. യൂണിറ്റ് വഴി നമുക്ക് ഒരുമിച്ച് ഇപ്പം മാക്സിമം 1-ാം യൂണിറ്റാണ് 5-ാം യൂണിറ്റ് സാധിക്കുന്ന എല്ലാവരും തന്നെ പങ്കെടുക്കാവുന്ന രീതിയിൽ അവരെയൊക്കെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മളാരും തള്ളിക്കളയാനല്ല, ഒരു പാർട്ടിക്ക് വരാൻ പറ്റുന്നില്ല എങ്കിൽ. പിന്നെ നിങ്ങൾ നോക്കാനുള്ളത് രോഗികളായ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സന്ദർശിക്കാനും അവരെയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാനും. നമ്മളിപ്പോൾ സാമ്പത്തികം കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, ഒന്ന് ചെന്ന് അവരെയൊക്കെ ഒന്ന് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഒറ്റപ്പെട്ടു പോകുന്നവർ നമ്മളുടെ ഇവിടെ വരാൻ പാടില്ല എന്നുള്ളത് നമ്മൾ നോക്കാന്നുള്ള വളരെ പ്രധാനപ്പെട്ടത്. ഈ നമ്മളിപ്പോൾ നാളെ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മ ശിഷ്യന്മാരോട് കൂടി ഒരുമിച്ചായിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായതാണ്. അന്ന് ആ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞതാണ്. അവർക്കിങ്ങനെ ഒന്നുമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ എല്ലാവർക്കും എല്ലാം ഉണ്ട് എന്നുള്ള വിധത്തിലായിരുന്നില്ല എന്ന് പറഞ്ഞാൽ പങ്കുവയ്ക്കുന്ന ഒരു സമൂഹം. അതാണ് നമ്മുടെ കുടുംബ യൂണിറ്റുകളൊക്കെ, അതാണ് വിഭാവനം ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ചർച്ചകൾ നമുക്ക് വേണം. എപ്പോഴും ഒരു ചെറിയ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിച്ച് പോകുന്നത് രീതിയിലും ആകാത്ത വിധത്തിലും. പിന്നെ ചില സമയത്ത് ചിലയിടങ്ങളിലൊക്കെ സ്ത്രീകൾ മാത്രം വരുന്ന അതിൽ നിന്നൊക്കെ ഒന്നും മാറാനൊക്കെ ആയിട്ട് ശ്രമിക്കണം എന്നുള്ളതൊക്കെയാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് പിന്നെ കുഞ്ഞുമക്കളെയൊക്കെ ചുണ്ടുവരണം. അവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് പാടണം. ഇപ്പോൾ മരിയക്കുട്ടി, മരിയല്ലേ കൊച്ചിൻ്റെ പേരല്ലേ, അറിയാം. പെട്ടെന്ന് വന്ന് എന്താണ് കൊച്ചിന് പാടാന്ന് അറിയാൻ പാടില്ല, കൊച്ചു കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളിൽ പഠിക്കാനുള്ള സ്പോണ്ടേനിറ്റി. നമുക്ക് എല്ലാവർക്കും കഴിവുകളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് കഴിവുകൾ നമ്മൾ എന്ത് പറഞ്ഞാലും ചെയ്യുമായിരുന്നു. പിന്നെ ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞു പോകുന്ന സ്റ്റൈലിലേക്ക് പോകും. അപ്പോൾ ഈശോയ്ക്കും ദൈവത്തിനൊക്കെ സങ്കടമാവും, നമുക്ക് ഇത്തരം കഴിവുകളൊക്കെ തന്നിട്ട് നമ്മളത് ഉപയോഗിക്കാതെ പോകുന്നു. പ്രത്യേകിച്ച് 1-ാം യൂണിറ്റിൻ്റെ ഭാരവാഹികളെ പ്രത്യേകമായിട്ട് ഇപ്പം ജിബിൻ അല്ലേ, ജിബി പോളിനും അതുപോലെ മാർട്ടിൻ അല്ലേ, മാർട്ടിൻ പ്രസിഡന്റുമാർക്ക് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങളും. അതുപോലെ വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, ജോയിന്റ് സെക്രട്ടറിമാർ, പിന്നെ ട്രഷറർ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇവരൊക്കെ ഒരുമിച്ച് കൂട്ടാന്നുള്ള സംരംഭമാണ്. പിന്നെ കുടുംബനാഥന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കാരണം നമ്മൾ ഇത്ര അരമണിക്കൂറുള്ളൂ എങ്കിലും ഇത്ര മനോഹരമായിട്ട് ഒരു പന്തലിട്ട് മാത്രമല്ല ഗംഭീരമായിട്ടുള്ള സ്വീകരണം ഞാൻ അത്രയും പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും ഇത്ര വലിയ നമുക്ക് അതിനുവേണ്ടി കാശൊന്നും മുടക്കി ഇതായി കളയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും കേട്ടോ. അല്ലേ മക്കൾക്കും എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നിങ്ങൾ പ്രത്യേകം അന്വേഷണം പറയണം എന്ന് മാത്രം ഞാൻ പറയുന്നു. ഒന്നും പറയാനില്ല. എന്നോട് ചോദിക്കാനേ പറയാനുണ്ടെങ്കിൽ ഇതിനകത്ത് അധികം സമയമില്ലെന്ന് പറഞ്ഞു. കാരണം അരമണിക്കൂർ വെച്ചേ ഉള്ളൂ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂറായി. പെട്ടെന്ന് സമയം പെട്ടെന്ന് തീർന്നു പോകും. അതൊരു കുഴപ്പം. പിതാവിന് അടുത്ത യൂണിറ്റിലേക്ക് പോകേണ്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടികൾ, അതായത് യോഗ നടപടികൾ അവസാനിക്കുകയാണ്. ഇതിന് ഒരു ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് അറാൻഡ നോമയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ അനുഗ്രഹം നിറഞ്ഞ സംഗമത്തിൽ നമ്മോടൊപ്പം സാന്നിധ്യം അറിയിച്ച് ഈ അവസരം കൂടുതൽ മനോഹരമാക്കിയ നമ്മുടെ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവകയെ ആത്മീയ നേതൃത്വത്തിൽ നയിക്കുന്ന വികാർ ജോൺസൺ റോച്ചൻ അച്ഛനെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ സംഗമത്തിൽ പങ്കെടുത്ത കേന്ദ്രസമിതി പ്രസിഡന്റ് ഷാജു പടമാടൻ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി EC ജേക്കബിനും നന്ദി അറിയിക്കുന്നു. ഈ സംഗമം വിജയകരമാക്കാൻ വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സെന്റ് ജോൺ മരിയ വിയാനി യൂണിറ്റ് പ്രസിഡന്റ് മാർട്ടിൻ പെരേര, ദേവമാതാ യൂണിറ്റ് പ്രസിഡന്റ് ജിബിൻ പോളിനും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ കുടുംബ യൂണിറ്റ് അംഗങ്ങൾക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും ഓക്കെ, നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗാനം ആലപിച്ച മരിയക്കുട്ടിക്ക് ഒരു സ്പെഷ്യൽ നന്ദി.
ഒരിക്കൽ കൂടി പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ, ഒരു സന്തോഷത്തിന്റെ ദിവസമാണ് നമുക്കിന്ന്. നമ്മുടെ യൂണിറ്റിലേക്ക് അഭിനന്ദ പിതാവ് കടന്നു വരികയുണ്ടായി. അതോടൊപ്പം ഈ ഒരു സംവിധാനം, ഈ ഒരു സൗകര്യം നമുക്കിവിടെ ഒരുക്കി തന്ന ഈ കുടുംബത്തിന്, റോബൻ റോച്ചയ്ക്കും അതുപോലെ ബിന്ദുവിനും മറ്റു കുടുംബാംഗങ്ങൾക്കും ബന്ധുക്കൾക്കും ഞങ്ങളുടെ 2 യൂണിറ്റുകളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്.
Didn't I want you good? Maybe we couldn't help it. Maybe we never should. Didn't I say it slowly? Didn't I make it clear? Is it unfair to ask you? Why is yours still here? You cut your teeth on my life. Thank you.